മർഹബ എന്ന് പറയുന്ന ദൈവം സ്നേഹമാകുന്നു എന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന ഈ കൂടിവരവിൻ്റെ ജാതി മതഭേദമന്യേ സ്നേഹത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുന്ന, കരുതലിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കുവാൻ രൂപീകൃതമായിട്ടുള്ള യൗവന കൂട്ടായ്മയുടെ ഈ സംഗമത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ചതിലുള്ളതായ ആദരവ് ആമുഖമായി പങ്കുവെക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ജാതി മതഭേദമന്യേ കായംകുളത്തിൻ്റെ അനുഗ്രഹമായ ചെലിക്കുളങ്ങര ദേശത്ത് പ്രവർത്തിക്കുന്ന മർഹബയുടെ പ്രവർത്തനങ്ങൾക്ക് ജഗത്നിയന്താതാവായ സർവശക്തൻ ആവോളം അനുഗ്രഹം നൽകി ദേശത്ത് കർമ്മനിരതയുടെ ഒരു വലിയ പര്യായമായി പരിവർത്തിച്ച് നാനാജാതി മതസ്ഥരുടെ, ഇസ്ലാം സഹോദരൻ്റെ മാത്രമല്ല, ക്രൈസ്തവ സഹോദരൻ്റെ മാത്രമല്ല, ഹൈന്ദവ സഹോദരൻ്റെ മാത്രമല്ല, ദേശത്ത് അർഹിച്ചു കടന്നു വരുന്നവൻ്റെ കണ്ണുനീരിനെ ഒപ്പുന്ന ഉദാത്തമായ പ്രവർത്തനങ്ങൾ ഇനിയും കാഴ്ചവെക്കുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവരെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന, യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ ഈ മർഹബയുടെ പ്രവർത്തനങ്ങളെ നൽകുന്ന, അതിന് കലവറയില്ലാത്ത പിന്തുണ നൽകുന്ന, സാമ്പത്തികമായി സഹായിക്കുന്ന, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന, കർമ്മോത്സുകതയുടെ പര്യായമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, സഹായിക്കുന്ന എല്ലാവർക്കും സഹായത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വർഗസന്നിധിയിൽ നിന്നുള്ള കലവറയെ തുറന്നു കൊടുത്ത് സമൃദ്ധിയായി നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്തോറും ഏറി വരുമെന്നുള്ള വലിയ വാഗ്ദത്വം ആവോളം അനുഭവിച്ച് നിറപടിയായി സഹായിച്ച് ദേശത്ത് നന്മയും അനുഗ്രഹവും വാഴുവാൻ തക്കവണ്ണം സമൃദ്ധിയായി നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 5:30 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ 5:30 മണിക്ക് തന്നെ തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 മണിയായി, തിരികെ പോകേണ്ടുന്ന സമയമായി. സ്വാമിജി കടന്നു വന്നിട്ടുമില്ല. ആ സമയത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞാൻ നിൽക്കേണ്ടുന്നത് എൻ്റെ ഒരു വിധിയായി തന്നെ ഞാൻ കണക്കിലെടുക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. തീർച്ചയായും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിക്കുന്ന ആർഷഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളുമൊക്കെ. ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ ഇസ്ലാം സഹോദരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സ്നേഹത്തോടും സമഭാവനയോടും കഴിഞ്ഞിരുന്ന ഒരു നാടിൻ്റെ വാത്സല്യമാവോളം അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഞാനിവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായത് 1200 വർഷങ്ങൾക്ക് കൊണ്ട് കായംകുളത്ത് സ്ഥാപിതമായ കാദീശ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ വികാരിയായി കടന്നു വരുവാൻ സാധ്യമായതുകൊണ്ടാണ് ഈ ചേലിക്കര എന്ന് പറയുന്ന ദേശത്തെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ എനിക്ക് സാധ്യമായത്. അപ്പോൾ 1200 വർഷത്തിന് മുമ്പ് ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഉടലെടുക്കുവാൻ തക്കവണ്ണം നമുക്കറിയാം, ഏതൊരു ചിത്രം വരയ്ക്കണമെങ്കിലും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം, അതിലെങ്കിലും ഒരു ബോർഡ്, ഒരു പശ്ചാത്തലം അനിവാര്യമാണ്. ഇവിടെ ക്രൈസ്തവ സമൂഹം വളരുവാനും ഇസ്ലാം സഹോദരൻ വളരുവാനും ഇസ്ലാം സഹോദരങ്ങൾ അനുദിനം വർദ്ധിക്കുവാനും സാധ്യമാകത്തക്കവണ്ണം സാംസ്കാരികമായി ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സംസ്കൃതി, ആർഷഭാരത സംസ്കാരത്തിൻ്റെ സംസ്കൃതി ഇവിടെ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്നും എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുവാൻ സാധ്യമാകുന്നത് ഒരു വലിയ സത്യമാണ്. അന്ന് പരസ്പരം എല്ലാവരെയും വേണമായിരുന്നു. ക്രൈസ്തവൻ വേണമായിരുന്നു, ഇസ്ലാം സഹോദരൻ വേണമായിരുന്നു, ഹൈന്ദവ സഹോദരങ്ങൾ വേണമായിരുന്നു. അന്നത്തെ ഹൈന്ദവ രാജാക്കന്മാർ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയും ഇസ്ലാം സമൂഹത്തെയും യാതൊരു സംശയമോ യാതൊരു പ്രയാസമോ കൂടാതെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സർവ്വ സ്വാതന്ത്ര്യവും നൽകി വളരാൻ അനുവദിച്ചു എന്നുള്ളത് ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സ്മരിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ചിത്രം വരയ്ക്കുവാൻ ഒരു ക്യാൻവാസ് അനിവാര്യമാണെന്ന് പറയുന്നത് പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആർഷഭാരതത്തിന്റെ സംസ്കാരമായി ജീവിക്കുമ്പോൾ
ആർഷഭാരത സംസ്കാരത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു ജീവിത സരണി നാം ആയിരിക്കുന്ന ആത്മീയ ശൈലിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവൻ ഹൈന്ദവനാകാനല്ല, ഹൈന്ദവൻ ക്രൈസ്തവനാകാനല്ല, ഇസ്ലാം സഹോദരൻ മറ്റ് സഹോദരങ്ങളിലേക്ക് പോകാനല്ല, മറിച്ച് ലോകത്തിൽ ഇന്നും അറിയപ്പെടുന്ന സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും വിളനിലമായി നിറഞ്ഞു നിന്ന ഭാരതത്തിന്റെ ആർഷ സംസ്കാരത്തിന്റെ യശസ് ഉയർത്തുന്ന മണിമുത്തുകളായി തീരുവാനുള്ള ഉത്തരവാദിത്വം ഈ മണ്ണിൽ താമസിക്കുന്ന നമുക്കുണ്ട് എന്നുള്ളതാണ് ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എന്നും സ്മരിക്കേണ്ടുന്ന യാഥാർത്ഥ്യം. ഞാൻ ചൊല്ലാറുണ്ട്, ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഹൈന്ദവ സഹോദരനാകുകയില്ല. ഞാൻ ഇസ്ലാമിന്റെ സൂക്തങ്ങളെ ചൊല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ക്രൈസ്തവൻ അല്ലാതാകുകയില്ല. ഞാൻ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭാരതീയനാണെന്നുള്ള യശസ് മനസ്സിൽ തങ്ങുകയാണ്. ഒരു ഹൈന്ദവന്റെ സിരയിലോടുന്ന രക്തവും ക്രൈസ്തവന്റെ സിരയിലോടുന്ന രക്തവും ഓരോ സഹോദരന്റെ സിരയിലോടുന്ന രക്തവും ഒന്നാണ്. ഒരു ക്രൈസ്തവനും പറയത്തില്ല ഹൈന്ദവന്റെ രക്തം വേണ്ട, ഒരു ഇസ്ലാം സഹോദരനും പറയത്തില്ല എനിക്ക് മറ്റു മതസ്ഥന്റെ രക്തം വേണ്ട. ആരുടെയും രക്തം മനുഷ്യന് അനുയോജ്യമായ അവനവന്റെ ശരീരത്തിന് ആവശ്യമായ രക്തമാണെങ്കിൽ, അത് പരസ്പരം ചേരുന്നതാണെങ്കിൽ, അതാണ് മനുഷ്യത്വത്തിന്റെ നന്മയുടെ വെളിച്ചമെന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുവാനുള്ള കൂടിവരവായിരിക്കട്ടെ ഈ സാംസ്കാരിക സദസ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദിമകാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ ആവശ്യമായിരുന്നു, പക്ഷേ അന്ന് സമ്പത്തിന്റെ കുറവുണ്ട്. ആദിമ ചരിത്രം പരിശോധിക്കുമ്പോൾ അപ്പുറത്തെ സുലൈമാനെയും ഇപ്പുറത്തെ രാധാകൃഷ്ണനെയും ഇപ്പുറത്തെ മത്തായിയെയും ആവശ്യമായിരുന്നു. കാരണം അവർക്ക് സമൂഹത്തിൽ നിലനിൽക്കുവാൻ പരസ്പര സഹായം അനിവാര്യമായിരുന്നു. പക്ഷേ കാലം മാറി, സമ്പത്തിന്റെ കടന്നുവരവ് വന്നപ്പോൾ, അല്ലെങ്കിൽ താങ്കൾ നിശ്ചയിക്കുന്നതിനപ്പുറമായി കാര്യങ്ങളെ കൊണ്ടെത്തിച്ചപ്പോൾ വേലിക്കെട്ടുകൾ ഉണ്ടായി. ഞാൻ ജനിച്ചു വളർന്നത് സാധാരണക്കാരുടെ മണ്ണിലാണ്. എന്റെ കുടുംബം ഒരു ക്രൈസ്തവ കുടുംബമാണെങ്കിലും ക്രൈസ്തവ കുടുംബത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ എങ്ങും അടിയുറ വച്ചിട്ടില്ല. പക്ഷേ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കുവാൻ പഠിപ്പിച്ചൊരു കുടുംബത്തിൽ പിറന്ന വ്യക്തിയായതുകൊണ്ട് നാടിന്റെ നന്മ സ്നേഹത്തിന്റെ നന്മയാണെന്ന് ആവോളം രുചിച്ചറിയുവാൻ സാധ്യമായിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് എവിടെയും പറയുവാൻ സാധ്യമാകും നാടിന്റെ നന്മ ഏകോദര സഹോദരങ്ങളാണെന്നുള്ള ബോധ്യമാണെന്നുള്ള യാഥാർത്ഥ്യം ഓർക്കണം. പക്ഷേ ഇന്ന് ആത്മീയ ഭ്രാന്തന്മാർ പെരുകയാണ്. ഞാൻ അവരെ എൻ്റെ കൂട്ടത്തിലുള്ളവരായാലും അവരെ ആത്മീയതയുടെ പേരിൽ പറയുമ്പോൾ അവരെ ഞാൻ ആത്മീയ ഭ്രാന്തന്മാരെന്നാണ് പറയുന്നത്. ഓണം സ്നേഹത്തിന്റെ സന്ദേശം ഒരിക്കലും അതിന്റെ ആത്മീയ വശമല്ല, മറിച്ച് സാംസ്കാരിക തലത്തിൽ നാടിന്റെ സ്പന്ദനം, ഒരു വിളവെടുപ്പിന്റെ ഉത്സവം, അത് ആഘോഷിക്കേണ്ട എന്നൊരു ക്രൈസ്തവ നേതാവ് പറഞ്ഞാൽ അവനെ ആത്മീയ ഭ്രാന്തരെന്ന് ഞാൻ വിളിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ഓരോ മതവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആ മതവിശ്വാസങ്ങൾ അടിയറ വെക്കാതെ സ്നേഹത്തിന്റെ ആത്മാവോടെ കടന്നു വരുമ്പോഴാണ് ഭാരതീയനാണെന്നുള്ള അഭിമാനപൂരിതമാകണമെന്ന് പറയുന്ന ആ ഉള്ളൂരിന്റെ വഴികൾക്ക് അർത്ഥമുണ്ടാകുന്നത്, വ്യാപ്തി ഉണ്ടാകുന്നത്.
അത് നൽകുന്ന കൂടിവരവായിരിക്കണം ഓരോ ആത്മീയ സദസ്സുകളും. തീർച്ചയായിട്ടും നമ്മുടെ കൂടിവരവ് മാറി വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായും നാടിന്റെ നന്മയായിരിക്കട്ടെ നമ്മുടെ കൂടിവരവിന്റെ അടിസ്ഥാനം. നാടിന്റെ നന്മയായിരിക്കട്ടെ, അല്ലാതെ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. പണ്ട് ക്രൈസ്തവ സമൂഹമുണ്ട്, ഇസ്ലാം സഹോദരമുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അവരിൽ ഉണ്ടായിരുന്നത് ഒരു സ്നേഹത്തിന്റെ ആത്മാവായിരുന്നുവെങ്കിൽ ഇന്ന് തങ്ങളുടേതായ ലോകത്തിൽ തങ്ങളുടേതായ ജീവിത ശൈലി കെട്ടിപ്പടുത്തുവാനുള്ള ചിന്തകളുടെ പരിണിത ഫലമായി സ്നേഹം നഷ്ടപ്പെടുമ്പോൾ കരുണയുടെ വഴി വെട്ടി തുറക്കുവാൻ തടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന സ്നേഹത്തിന്റെ ആത്മാവിന് തടസ്സമായി നിൽക്കുന്നിടത്ത് ഒരു ആത്മീയ വഴിയെ തെളിഞ്ഞു കൊടുക്കുവാൻ, കരുണയുടെ വഴി തെളിച്ചു കൊടുക്കുവാൻ സാംസ്കാരിക സംഘടനകൾക്കും ആത്മീയ സംഘടനകൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഏതു മതസ്ഥനായാലും തങ്ങളെ വളർത്തുന്ന നാം ആയിരിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം അനിവാര്യമാണ്. ബൈബിളിൽ ഒരു വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരുവന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദൈവം പ്രസാദിക്കണം, ദൈവം വഴി നടത്തണം. വീണ്ടും ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഒരുവന്റെ വഴിയിൽ പ്രസാദം തോന്നുവാൻ തക്കവണ്ണം ദൈവം ഇടയായാൽ നീതിമാൻ വീണാലും നിലം പരിചാകുകയില്ല. അവരവരുടെ മൂല്യങ്ങളിൽ ദൈവം നടത്തുമെന്നുള്ള ബോധ്യം. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടകനും ഒക്കെ പറഞ്ഞത് ഒരുപറ്റം ആൾക്കാർ നിറഞ്ഞ മനസ്സോടെ ഇവിടെ സഹായിപ്പാൻ മുൻപോട്ട് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ദൈവം അവർക്ക് നൽകി എന്നുള്ള ബോധ്യമാണ്. ദൈവം അവർക്ക് നൽകി. പണം നമുക്ക് വരും. നമുക്ക് തൃപ്തിയായിട്ട് ഒരുവരെയും സഹായിക്കുവാൻ ഒരിക്കലും സാധ്യമാകുകയില്ല. പക്ഷേ ഒരുവന്റെ കണ്ണുനീരിനെ ഒപ്പുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ നിനക്കൊരു നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ പ്രത്യേകത അത് കള്ളൻ കൊണ്ടുപോവുകയില്ല, പുഴി കെടുക്കുകയില്ല, ആർക്കും തൊട്ടിക്കൊണ്ടുപോകാനിക്കുകയില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിനക്കത് നന്മയായി തീരുവാൻ സാധ്യമാകും. തീർച്ചയായും കൊടുക്കും തോറും ഏറി വരുന്ന, നമുക്കറിയാം, കത്തി നിൽക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്ന് എത്ര പ്രകാശം പകർത്തിയെടുത്താലും ആ മെഴുകുതിരിയിലെ പ്രകാശത്തിന് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. കത്തി നിൽക്കുന്ന പ്രകാശം ചൊരിയാൻ പ്രാപ്തിയുള്ള ഒരു മെഴുകുതിരിയിൽ നിന്നും എത്ര ദീപങ്ങൾ തെളിയിച്ചാലും ആ പ്രധാനപ്പെട്ട മെഴുകുതിരിക്ക് അത് കത്തിക്കുവാൻ പ്രാപ്തിയുള്ള കാലത്തോളം അതിൻ്റെ പ്രകാശത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല. പകരം തോറും ഏറി വരുന്ന കൊടുക്കുന്ന ഒരു ആത്മീയ സരണി നമുക്ക് പൂർത്തീകരിപ്പാൻ സാധ്യമാകട്ടെ. ഇന്ന് സമ്പത്തിന്റെ കടന്നുവരവ് മുഖേന ഇതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ട് നേടിയെന്ന് പറയുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നു. ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങളെ കൊണ്ട് യഹോവ പറയുന്നുണ്ട്, ഇതൊന്നും നിന്റെ മിടുക്കുകൊണ്ട് നേടിയെന്ന് പറയുവാൻ നിനക്കിടയാകരുത്. മറിച്ച് ദൈവമല്ലോ നിനക്കിത് ഉണ്ടാക്കുവാനുള്ള നന്മ നൽകിയത്. തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുവാനും നമ്മൾ എന്താണ് ബാധ്യസ്ഥരാണ്. ആ കൊടുക്കുന്നത് മുഖാന്തരമായി ദൈവസന്നിധിയിൽ നമുക്കൊരു നിക്ഷേപം ഉണ്ടാകും. ആ നിക്ഷേപം തീർച്ചയായിട്ടും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഈ മരണാനന്തര ജീവിതത്തിലുള്ള പ്രയാണത്തിൽ ആ നിത്യസന്തോഷം, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത നിത്യ കൂടാര പാർപ്പിടത്തിൽ പ്രിയനോട് ചേർക്കപ്പെടുന്ന ആത്മീയ സരണിയിൽ നിറഞ്ഞു നിൽക്കുവാൻ സാധ്യമാകും എന്നുള്ളത് ഒരു വലിയ സത്യമായി നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ആയുസിന്റെ ഒരു കാലം വച്ചിട്ടുണ്ട്. ഈ ഭൂമുഖത്ത് കടന്നു വരുന്നതിനെ ജനനമെന്ന് പറയുന്നു. ഈ ഭൂമുഖത്ത് നിന്ന് ഭാരതീയമായ ചിന്താഗതി അനുസരിച്ച് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതിനെ മരണമെന്ന് പറയുന്നു. എന്ന് സംഭവിക്കുമെന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നമ്മുടെ കൈവശമുണ്ട് ഒരു 3 അക്ഷരം. എന്താന്ന് ചോദിച്ചാൽ ജീവിതം. അത് തക്കത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. അത് ഏതു മതസ്ഥന്റെ ജീവിതത്തിലായാലും നമുക്ക് ലഭ്യമായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്ന ഒരു താലന്ത്. ഒരു കാര്യം അറിയണം,
ദൈവം എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്ന ദൈവമല്ല. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് കൊടുക്കുന്നത്. 10 താലന്ത് ലഭിച്ചവനുണ്ട്, 5 താലന്ത് ലഭിച്ചവനുണ്ട്. എല്ലാവർക്കും തുല്യമായി കൊടുക്കുകയില്ല. പക്ഷേ കൊടുത്ത താലന്ത് വേണ്ടവണ്ണം ക്രയവിക്രയം ചെയ്യുന്നവനാണ് കാര്യവിചാരകൻ. ലഭിച്ച താലന്ത് അത് മറച്ചു വച്ചവനല്ല. ലഭിച്ച താലന്ത് അത് യജമാനനെ അത് നിനക്ക് തിരിച്ചു തരുന്നു എന്ന് പറയുകയല്ല. ജീവിതമാകുന്ന കാലത്ത് നിന്നെ ഏൽപ്പിച്ച ഒരു കുടുംബം, നിന്നെ ഏൽപ്പിച്ച ഒരു പദവി, നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അവിടെ ബോധപൂർവം ദൈവാശ്രയ ബോധത്തോടെ വേണ്ടവണ്ണം ക്രയവിക്രയം ചെയ്യാൻ സാധ്യമായാൽ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന കാലത്ത് നല്ലൊരു അന്ത്യം പ്രാപിച്ച് ഈ ഭൂമുഖത്ത് നിന്ന് കടന്നു പോകുവാൻ നമുക്കേവർക്കും സാധ്യമാകും. സ്നേഹത്തിന്റെ പര്യായമായ ചേരിക്കര എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറമായി സഹജീവിയുടെ കണ്ണുനീരൊപ്പുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ, കലവറയില്ലാത്ത ആശംസ അറിയിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുമ്പോൾ, ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കായംകുളം ഖാദീസ കത്തീഡ്രലിന്റെ വികാരി എന്നുള്ള നിലയിൽ ഇവിടെ കടന്നു വന്ന് അറിയിക്കുമ്പോൾ, നാം ഈ ദേശത്ത് ഏകോദര സഹോദരങ്ങളായി അവരവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്ന് താഹാ മുസ്ലിയാർ ഓർപ്പിച്ചതുപോലെ യോജിക്കാവുന്ന മേഖല, തീർച്ചയായും പല മേഖലകൾ യോജിക്കാവുന്നതുണ്ട്. അവരവരുടെ വിശ്വാസം വിട്ടുകളയാനൊന്നും ആരും മുതിരേണ്ട കാര്യമില്ല. പക്ഷേ യോജിക്കാവുന്ന മേഖലകളിൽ മതത്തിന്റെ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കാതെ, ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യോജിക്കാവുന്ന മേഖലകളിൽ മതത്തിന്റെ വേലിക്കെട്ടുകൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ആത്മീയ ഭ്രാന്തന്മാരുടെ അടിമകളായി തീരുവാനിടയാകാതെ ദേശത്തിന്റെ ആത്മീയ വെളിച്ചമായി നിന്ന് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ വരും, പല രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ട്. പക്ഷേ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ ഇടപെടാൻ സാധ്യമാകുമ്പോൾ തീർച്ചയായും സ്പർദ്ധയില്ല, സ്നേഹത്തിന്റെ ആത്മാവ് നിറയാൻ സാധ്യമാകും. അങ്ങനെയെങ്കിൽ രാധാകൃഷ്ണന്റെ സഹോദരനാകും, സുലൈമാനന്റെ സഹോദരനാകും, മാത്യൂസന്റെ സഹോദരനാകും. അങ്ങനെയെങ്കിൽ എല്ലാ കുടുംബങ്ങളോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു സാമൂഹിക പന്ഥാവിനെ വഴിതെളിക്കുവാൻ തക്കവണ്ണം സാധ്യമാകും. തീർച്ചയായും ഈ കൂടിവരവിന്റെ ആത്യന്തികമായ ലക്ഷ്യം, നാം ഭാരതീയരാണ്. ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളിലോടുന്ന ഭാരതീയന്റെ രക്തം, അത് സ്നേഹത്തിന്റെ രക്തം, അത് സഹകരണത്തിന്റെ രക്തം, അത് തലമുറയ്ക്ക് വറ്റാതെ പകർന്നു കൊടുക്കുവാൻ, അത് തലമുറയ്ക്ക് ഓരോ ദിവസം കഴിയും തോറും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന ഭാരതത്തിന്റെ യശസ്സുയർത്തുന്ന കൂടിവരവായി തീരുവാൻ അവരവർ വിശ്വസിക്കുന്ന ആത്മീയതയിൽ ഉറച്ചു നിന്ന് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ച് കണ്ണുനീരൊപ്പുമ്പോൾ സമൂഹത്തിലൊരു വലിയ പ്രകാശം, അത് സ്നേഹത്തിന്റെ പ്രകാശം, കരുണയുടെ പ്രകാശം, സ്പർദ്ധയില്ലാത്ത പ്രകാശം, സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നത് പോലെ അത് സമൂഹത്തെ പ്രകാശപൂരിതമാക്കും. തീർച്ചയായും ഈ കൂടിവരവ് ഈ ദേശത്തിന്റെ ആത്മീയ വെളിച്ചത്തിന് മുഖാന്തരമാകട്ടെ. ഈ ദേശത്തിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കുന്ന തലമുറയെ വാർത്തെടുക്കുവാൻ സാധ്യമാകട്ടെ. രുചിഭേദത്തിന്റെ കല്ലോലമാലകൾ എത്ര ആഞ്ഞടിച്ചാലും, വിഭാഗീയതയുടെ ചിന്തകൾ ആഞ്ഞടിച്ചാലും, നമുക്ക് സ്നേഹത്തിന്റെ ആത്മാവ് പുലരണമെന്നുള്ള നല്ല സന്ദേശം പകർന്നു കൊടുക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കലവറയില്ലാത്ത പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് 1200 നിറവിൽ ശോഭിക്കുന്ന കായംകുളത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന കായംകുളം ഖാദീസ കത്തീഡ്രലിന്റെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എല്ലാ ആദരവ് അറിയിച്ചുകൊണ്ട്, ദൈവം നൽകിയ നന്മ നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല. ദൈവം നൽകിയ നന്മ നമുക്ക് മാത്രം, എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമായി അനുഭവിക്കാനുള്ളതല്ല. മറിച്ച് സഹജീവിക്കും പങ്കുവെക്കുവാനുള്ള ബോധ്യമെന്ന് ഓർത്തുകൊണ്ട് അത് നിർവഹിച്ച് ഭാരതത്തിന്റെ യശസ്സുയർത്തുന്ന, നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്ന അഭിമാന മക്കളായി പരിവർത്തിച്ച് വിഘടനത്തിനും വിഭാഗിതയ്ക്കും ആത്മീയ ഭ്രാന്തിനും ഞങ്ങളുടെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയുടെ വക്താക്കളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം
ഈ മർഹബായുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകട്ടെ. അതിന് രാഷ്ട്രീയ പാർട്ടികൾക്കും സാധ്യമാകട്ടെ. വോട്ടിന് വേണ്ടി എന്തും പ്രവർത്തിക്കുന്ന നിലപാടിലേക്ക് പോകാതെ മൂല്യങ്ങളെ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ സംഹിതയും പുലർന്ന് ദേശം ഒരുമയുടെ, അല്ലേ, സ്നേഹം, സന്തോഷത്തിന്റെ, മാവേലി നാളുന്ന നാളെന്ന് പറയുന്ന പോലെ ഒരു സ്നേഹത്തിന്റെ സമഭാവനയുടെ സന്ദേശം പകർന്നു കൊടുക്കുവാൻ ജഗത് നിയന്താതാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വാമി വരുന്നതിന് മുമ്പ് പ്രസംഗിക്കാൻ എനിക്ക് ഒക്കത്തില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട്, അടുത്ത ആളിനെ ഞാൻ ഫലമേൽപ്പിച്ചുകൊണ്ട്, പോകേണ്ടത് കൊണ്ട് ഞാൻ പോകുന്നു, ഇനിയുള്ള കാര്യങ്ങൾക്ക് വിളിച്ചാൽ എത്തിക്കോളാം എന്ന് സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട്, നാടിന്റെ നന്മ സ്നേഹത്തിന്റെ പ്രതീകമായി തീർത്ത് നാനാജാതി മതസ്ഥർ കഴിയുന്ന ഈ മണ്ണിൽ വിഘടനത്തിന്റെയും പ്രതികൂലതയുടെയും ആത്മാവിനെ വിട്ടൊഴിഞ്ഞ് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുവാൻ മർഹബ പോലെയുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെ കലവറയില്ലാതെ പിന്തുണയ്ക്കുന്ന സ്നേഹദീതികളായ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തുമ്പോൾ അവർക്കത് ആശ്വാസമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.